വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബാല അമൃത കോൺട്രവേഴ്സിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് ബാലയുടെ ഒരു സ്വഭാവമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ മകൾ പാപ്പു ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ വേർപിരിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. പിന്നീട് ഓരോരുത്തരും അവരുടേതായ ജീവിതം തേടിപ്പോയി. എന്നിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. അപ്പം അമൃതയെ സംബന്ധിച്ച് നമ്മളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അമൃതയുടേത്. പക്ഷേ പെട്ടെന്ന് അമൃതയ്ക്ക് കുറേ നെഗറ്റീവ്സ് വരാൻ കാരണം ഗോപി സുന്ദർ എന്ന വ്യക്തിയെ സെലക്ട് ചെയ്തതാണ് അമൃതയ്ക്ക് പറ്റിയ പാളിച്ച. കുറേ പേര് വെറുക്കാൻ കാരണം അത് തന്നെയാണ്. അപ്പം ഇപ്പം അമൃതയ്ക്ക് രണ്ടാമതും ഒരു പാളിച്ച സംഭവിച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഈ പാപ്പുവിൻ്റെ വീഡിയോ വന്നല്ലോ. അപ്പോൾ പാപ്പു എടുത്തു പറയുന്നുണ്ട്, ഫോക്കസ് ചെയ്ത് പാപ്പു പറയുന്നൊരു കാര്യമുണ്ട്. എന്നെ ഇതാരും നിർബന്ധിച്ചില്ല, ആരും അറിഞ്ഞല്ല ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന്. അത് പലർക്കും അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പം ഒരു കൊച്ചുകുട്ടി വന്നിട്ട് അച്ഛനും അമ്മയും ആരും അറിയാതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് അത്രയ്ക്കും വിശ്വസനീയമല്ല. നാളെ ഒരു സമയത്ത് ഇനി വേറെയും വീഡിയോസുകൾ ചെയ്താലോ? അപ്പം അത് എന്തായാലും അത് രക്ഷകർത്താക്കൾ, അതായത് അമ്മമ്മയുടെയോ ആരുടെയോ ഒരു അറിവിലാണ് ഈ വീഡിയോ പോസ്റ്റ് ആയിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. പിന്നെ ഒരിക്കലും സ്വന്തം അച്ഛനെക്കുറിച്ച് ഇങ്ങനെ വന്ന് പബ്ലിക്കലി പറയാൻ പാടില്ല. അത് 100% അതിനോട് യോജിക്കാൻ പറ്റില്ല. കുടുംബമാവും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അത് പബ്ലിക്കലി വന്നൊരു കുട്ടി പറയുക എന്ന് വെച്ചാൽ അത് വളരെ പലർക്കും ചിരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം വന്നിട്ട് അപ്പോൾ കുറേ പേര്, നമുക്കറിയാലോ, ഒരു വീഡിയോ പോസ്റ്റ് ആയി കഴിഞ്ഞാൽ കമൻറ്റ് തൊഴിലാളികൾ അടങ്ങിയിരിക്കില്ല, അവർ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും എന്നൊക്കെ നമുക്കറിയാവുന്ന സോഷ്യൽ മീഡിയയുടെ കാര്യം. അപ്പം ഈ കുട്ടിയെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് തുല്യമായി പോയി. അപ്പോൾ ആ കുട്ടിയുടെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് ഒരു പെറ്റ തലയ്ക്ക് സഹിക്കാൻ പറ്റില്ല. കള്ളിയാണോ, അമ്മയും മോളും കള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ ഇടുകയാണ്. എന്നുവെച്ചാൽ ബാലയെ ഇഷ്ടപ്പെടുന്ന കുറേ അതിഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർ വന്നിട്ട് പറയുന്നത് അമ്മയും മോളും കള്ളിയാണ് എന്ന് പറഞ്ഞു. അപ്പം അത് വായിക്കുന്ന ആ അമ്മയുടെ മാനസികാവസ്ഥ, പിറ്റേന്ന് വന്നിട്ട് ഭയങ്കര രീതി കരഞ്ഞ് ആയിട്ടാണ് പിന്നെ അമൃത വീഡിയോ ഇടുന്നത്. ഇതും ആളുകളെ കൊണ്ട് ചിരിക്കാനുള്ളൊരു അവസരം ആളുകൾക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇതൊക്കെ ഭയങ്കരമായ മണ്ടത്തരമായിപ്പോയി. പക്ഷേ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ബാല ഒരു പക്ഷേ സൈക്കോ ആയിരിക്കാം, ഒരു സൈക്കോപാത്താണ്, ഓക്കെ, അതൊക്കെ ശരി തന്നെ. ബാലയിൽ ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടായിരിക്കും, ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഡ്രിങ്ക്സ് കഴിക്കുന്നവരിൽ സാധാരണ കാണുന്ന സ്വഭാവങ്ങളൊക്കെ തന്നെയാണ് അമൃത പറയുന്നതും. അതായത് അവർ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷേ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ അവർക്ക് ഈ ഭയങ്കര ദേഷ്യമുള്ളവരാണ്, കയ്യിലിരിക്കുന്ന സാധനം എടുത്ത് എറിയും. അതൊക്കെ ചിലപ്പോൾ അമൃത പറയുന്ന സത്യമായിരിക്കും, ആ പാപ്പു പറയുന്നതും സത്യമായിരിക്കും. ഗ്ലാസും വെള്ളമായിട്ട് എടുത്ത് എറിഞ്ഞു എന്നും തടഞ്ഞു എന്നും ഒത്തിരി ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത് പറയാൻ പാടില്ല. അത് ഭയങ്കര തെറ്റായിപ്പോയി. അമൃതയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ വീഡിയോസും നമ്മൾ വാച്ച് ചെയ്യുന്നതായിരുന്നു. അന്നെല്ലാം ഇവരുടെ വീഡിയോസിൽ നമുക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് നമ്മൾ ഇവരുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ ആ ബാലയുടെ ആ സ്നേഹം എന്ത് പറഞ്ഞാലും അമൃത പറയുന്ന എന്ത് കാര്യവും ചെയ്തു കൊടുക്കുമായിരുന്നു ബാല. അവരത്രയും സന്തോഷിച്ച് ഇരുന്ന സമയത്തിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ഈ ഒരു സംഭവം നമ്മൾ ഞെട്ടലോടെ അറിയുന്നത്. ഗോപി സുന്ദറുമായിട്ടുള്ള ജീവിതം തുടങ്ങിയത്. അവിടെ ബാല എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ബാല അത് കണ്ടുപിടിക്കുകയായിരുന്നു എന്നാണ് ബാല വാദിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ഗോപി സുന്ദറുമായിട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കുകയും അതാണ് ഡിവോഴ്സിലേക്ക് എത്തിയത് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരുപാട് നല്ല ആലോചന വന്നിട്ടും ബാലയിലേക്ക് ഇപ്പോൾ പറയുന്ന ബാല അന്ന് വേറെ കല്യാണം കഴിച്ചു, ഫസ്റ്റ് മാരേജ് കഴിഞ്ഞതാണ്, സെക്കൻഡ് മാരേജ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, കഥകൾ ഒരുപാട് പറയുന്നുണ്ട്. ഓക്കെ ആയിരിക്കാം, ഫസ്റ്റ് മാരേജ് കഴിഞ്ഞതായിരിക്കും. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും അമൃത ഈ ഒരു ബന്ധത്തിന് മുന്നോട്ട് വന്നത് ബാലയുടെ സാമ്പത്തികം കണ്ടിട്ടും അതുപോലെ പ്രശസ്തി കണ്ടിട്ടും തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഗോപി സുന്ദറിനെ സെലക്ട് ചെയ്തപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിസിറ്റി ഒക്കെ കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വർക്ക് കിട്ടും എന്നൊക്കെ ചിന്തിച്ചിട്ടുമായിരുന്നു. അതിലും ഒരു അബദ്ധം പറ്റി. അപ്പം ഇതൊന്നും ഒരിക്കലും അമൃതയെ കുറ്റപ്പെടുത്തുന്നത് ഒന്നുമല്ല. മനുഷ്യരാണ്, തെറ്റുകൾ പറ്റും അത് തിരുത്താൻ ശ്രമിക്കും. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ലക്ക് പോലെയാണ് അല്ലേ. അപ്പം ഇപ്പം വന്നിട്ട് ഇങ്ങനെ വീണ്ടും ഈ പല്ലട കുത്തി മണപ്പിക്കും പോലെ ഇങ്ങനെ വീഡിയോ ഇട്ട് എന്തിനാ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകത്തല്ലേ ഉള്ളൂ അല്ലേ. ഇവിടെ എന്നിട്ട് അതിനുശേഷം ബാല വന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ബാല ശരിക്കും തോറ്റു പോവുകയാണ്. ശരിക്കും പാപ്പു അച്ഛനെ തോപ്പിച്ച് കളഞ്ഞു. അപ്പോഴും ബാല പറയുന്നൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ, പാപ്പു മൈ ഫാദർ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്യുവർ ആയിട്ടുള്ള സ്നേഹം ആ ഒരു കണ്ണുകളിലും ആ വാക്കിലും വരുന്നുണ്ട്. മൈ ഫാദർ എന്ന് വിളിച്ചല്ലോ, പക്ഷേ നിന്നോട് മത്സരിച്ച് ജയിക്കാൻ ഞാനില്ല എന്നാണ് ബാല പറഞ്ഞത്. അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സ്നേഹം, അമിതമായുള്ള സ്നേഹം നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പാപ്പു നിന്നോട് സ്നേഹിച്ച് മത്സരിക്കാൻ ഞാനില്ല, ഞാൻ തോറ്റു തരികയാണെന്ന് ഒരച്ഛൻ വന്ന് മകളോട് പറയുന്നത്. അവിടെ തോറ്റു പോവുകയാണ് മകൾ. നമ്മളൊക്കെ പല ജീവിതം കണ്ട് വളർന്നു വന്ന എക്സ്പീരിയൻസ് പറയുകയാണ്. കുഞ്ഞുകുട്ടിയുടെ മുമ്പിൽ ശരിക്കും തോറ്റു കൊടുത്തു ബാല. അവിടെ ജയിക്കാൻ ശ്രമിച്ചില്ല. അത് ബാലയുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇനി ഒന്നും പറഞ്ഞു വരില്ല. അവിടെ ബാല തകർന്നു പോയ ഒരൊറ്റ സെന്റൻസ് ഉണ്ട്. എന്താണെന്നറിയോ, പാപ്പു പറഞ്ഞത് എന്നെ നിർബന്ധിച്ചാണ് അവിടെ കൊണ്ടുവന്നത് അമ്മ എന്നൊരു കുട്ടി പറയുമ്പോൾ, സ്വന്തം അച്ഛൻ മരിക്കാറായി കിടക്കുമ്പോൾ നിർബന്ധിച്ചാണോ കൊണ്ടുപോകേണ്ടത്? ആണോ?
തോന്നത്തില്ലേ? അച്ഛനെ ഒന്ന് കാണുമോ, ഒരു നോക്ക് കാണുമെന്ന് തോന്നത്തില്ലേ? പക്ഷെ ആ ഒരു സെൻറ്റൻസ് നമ്മൾ കേട്ടോണ്ടിരിക്കാൻ നമുക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. മരിക്കാറായി ഒരു അച്ഛൻ കിടക്കുമ്പോൾ നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി, ഞാൻ ഇഷ്ടത്തോടെയല്ല വന്നതെന്നൊക്കെ കുട്ടി കുറേ പേര് പറയുന്നുണ്ട്. അത്രയും കുട്ടി സഹിച്ചിട്ടാണ് പറയുന്നത്. ഒക്കെ ആവാം. പക്ഷെ ഇങ്ങനെ വന്ന് പറഞ്ഞത് ഭയങ്കര, നമ്മൾ എന്താ പറയേണ്ടത്, നമ്മൾ സ്നേഹം കൊടുത്തില്ലെങ്കിലും നമ്മൾ ആർക്കും ദുഃഖം അറിഞ്ഞുകൊണ്ട് കൊടുക്കരുത്. നാളെ അത് തിരിച്ചു വരും. വർഷങ്ങൾ കഴിയുമ്പോഴേ ഇത് തിരിച്ചു വരുമ്പോഴേ അതിൻ്റെ ഒരു ആഘാതം എത്രത്തോളം ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. നമുക്കൊക്കെ ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ എന്താ, ഒന്നുമില്ല. ഒന്ന് ക്ഷമിച്ചു കൊടുത്തെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭയങ്കര, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ആ ബാലയുടെ വീഡിയോ കൂടെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായ സങ്കടം തോന്നി. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. അപ്പോൾ ആ തെറ്റ് നമ്മൾ കുറച്ച് പുറത്ത് കൊടുത്തുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയുമായി ഡ്രൈവർ വന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എവിടേക്കോ കുഴപ്പങ്ങളില്ലേ? ബാലയെ സംബന്ധിച്ച് ബാല കോടതിയിൽ കാണാൻ വേണ്ടി ചെല്ലത്തില്ല, പക്ഷേ ഫോൺ ചെയ്ത് വീഡിയോ കോളിൽ കുഞ്ഞിനെ കാണുമെന്ന് പറഞ്ഞ് ഒരു പക്ഷേ ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ആയിരിക്കും ഒരു പക്ഷേ ഉള്ളിൽ മോളോടുള്ള സ്നേഹം വരുന്നതും അപ്പോൾ കാണുമെന്ന് തോന്നുമായിരിക്കും. അപ്പോൾ ഇവർ ശല്യം ചെയ്തുകൊണ്ട് വിളിക്കും, ബാല ഒരുപാട് തവണ വിളിക്കും, എന്നിട്ട് കാണുമെന്ന് പറയാം. അപ്പം ഒരു പക്ഷേ പിന്നെ അമൃത പല ഇതേ പ്രോഗ്രാമുമായിട്ട് പോയിരിക്കല്ലേ, അപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു ഫോൺ എടുക്കത്തില്ല, അതാണ് വലിയ വിഷയമാവുന്നത്. പിന്നീട് വന്നിട്ട് വീഡിയോ ഇടും. അങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയി. പാപ്പുവിൻ്റെ ഒരു വീഡിയോ അത്രയും വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്നത് ഒരുപാട് സന്തോഷം. ലവ് യു, ഉമ്മ.